ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ കോൺസ് റോൾ ചെയ്യാറ് എന്നതാണ്. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. പല ഹെന്ന ആർട്ടിസ്റ്റുകളും പല മെത്തേഡ്സിലാണ് കോൺസ് റോൾ ചെയ്യുക. ഈ മെത്തേഡാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് എൻ്റെ സെല്ലോ ഫാഷൻസ് കട്ട് ചെയ്യാറുള്ളത്. എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ട വിഡ്ത്തിലും ലെങ്ത്തിലും ഒക്കെ കോൺ സെറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്. ഓക്കെ, സോ കീപ് വാച്ചിങ്. ആൻഡ് ഓൾസോ ഞാനിതിൽ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാനിവിടെ പിൻസ് ഒന്നും യൂസ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ 0.38 പിന്നോ അല്ലെങ്കിൽ 0.5 പിന്നോ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോണിൻ്റെ ടിപ്പ് വല്ലാണ്ട് ചെറുതായി പോയാൽ നമ്മുടെ പേസ്റ്റിൻ്റെ സ്മൂത്ത്നെസ് അതുപോലെ തന്നെ ഫ്ലോ കൺസിസ്റ്റൻസി ഇതിനൊക്കെ ബാധിക്കും. സോ എപ്പോഴും പിന്നെ വെച്ച് റോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എടുക്കുന്നതാണ് 0.38 പിന്നെ ഇത് ഭയങ്കര തിന്നാണ്. ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക, ലൈക്ക് എവിടെയും പോവാണ്ട് നോക്കുക. കാരണം നമ്മുടെ നേക്കഡ് ഐക്ക് ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല ഈ പിന്നെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ. സോ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോണിൻ്റെ റോളിംഗ് പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോൺസിലേക്ക് പേസ്റ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോണിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25 to 28 ഗ്രാംസ് ആണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 28 ഗ്രാമാണ് എല്ലാത്തിലും ആക്കിയിട്ടുണ്ടാവുക. ഒരിക്കലും 25-ൽ കുറയില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കിനി ആ പ്രോസസ്സും കൂടി കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് കോൺ സീലിംഗ് പ്രോസസ്സ്. ഓക്കെ, സോ നമ്മൾ എത്രത്തോളം സെക്യൂറായിട്ട് നമ്മുടെ കോണ് സീൽ ചെയ്യണം അത്രത്തോളം സേഫായിട്ട് തന്നെ നമ്മുടെ കോണ് ലീക്കേജ് പ്രൂഫ് ആക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സീൽ ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ കോണിൻ്റെ കൺസിസ്റ്റൻസി അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ജസ്റ്റ് കയ്യിലൊന്ന് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, സോ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സീലിംഗ് ആൻഡ് ഓൾസോ നമ്മുടെ കോണിൻ്റെ ടിപ്പ് കറക്റ്റ് അല്ലേ എന്ന്. ഞാൻ എൻ്റെ കോൺസ് ഇതുപോലെയാണ് സീൽ ചെയ്യാറ്. ലൈക്ക് ഞാൻ ഒരുപാട് സെല്ലോ ടാപ്സ് യൂസ് ചെയ്യും. കാരണം എനിക്ക് എൻ്റെ കോൺസ് അത്രയും സേഫ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരിക്കലും എന്താ പറയുക നമ്മളെ കോൺസ് ലീക്കാവില്ല എന്നുള്ളത് കൺഫേം ആയിട്ട് തന്നെ ഉണ്ടാവണം നിർബന്ധമാണ്. സോ അത്രയും സെല്ലോ ടാപ്സ് യൂസ് ചെയ്യും ഞാൻ. ലൈക്ക് എനിക്ക് പെർഫെക്ഷനും വേണം എന്നാൽ കോൺസിന് പ്രൊട്ടക്ഷനും വേണം. സോ സെല്ലോ ടാപ്സ് കൂടുതൽ യൂസ് ചെയ്തു എന്ന് കരുതിയിട്ട് കോൺസിൻ്റെ ഭംഗി പോവുക അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല.
എല്ലാ ഹെന്ന ആർട്ടിസ്റ്റും ഈ സെയിം മെത്തേഡിലാണ് അവരുടെ കോൺസ് റോൾ ചെയ്യുക, സീൽ ചെയ്യുക എന്നൊന്നും ഞാൻ പറയണില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാകും. എല്ലാവരുടെയും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ, സോ എൻ്റെ കോൺ റോളിങ് അതുപോലെ തന്നെ സീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും കോൺസ് പെർഫെക്റ്റ് ആണെന്നും അതുപോലെ തന്നെ സെക്യൂർ ആണെന്നൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ മെത്തേഡ്സ് മാത്രം ഫോളോ ചെയ്യുക. ബിക്കോസ് ഇതിന് ഇങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല, ഇങ്ങനെ തന്നെ സീൽ ചെയ്യണം, ഇങ്ങനെ തന്നെ കോൺട്രോൾ ചെയ്യണം എന്നൊന്നും. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ വേണ്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇൻഷാല്ല നമ്മളത് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് എൻ്റെ കോൺ റോളിംഗ് മുതൽ സീലിംഗ് വരെയുള്ള പ്രോസസ്സ്. ഓക്കെ, എനിവേ താങ്ക് യു.